വെൽക്കം ടു മെക്ഫിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചക്കിനെ കുറിച്ചാണ്. ചക്കിൽ ആദ്യത്തേത് ഫോർജോ ചക്ക്. ഈ കാണുന്ന ഫിഗറാണ് ഫോർജോ ചക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും 4 ജോസ് കാണും. 4 ജോസ്. ഓക്കെ, 4 ജോസ് ഉള്ളതുകൊണ്ടാണ് ഫോർജോ ചക്ക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ചക്കായിരിക്കും. ഈ ഓരോ ജോസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻഡിപെൻഡൻറ്റ് ചക്ക് എന്ന് വിളിക്കുന്നത്. സിൻസ് ഈച്ച് ജോ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി, വർക്ക് ക്യാൻ ബി ട്രൂഡ് വിത്തിൻ 0.001 ഇഞ്ച് ഓർ 0.02 mm ആക്യുറസി. അപ്പോൾ ഇതിൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കുക, 0.001 ഇഞ്ച് അല്ലെങ്കിൽ 0.02 mm ആക്യുറസിയാണ്. ഓക്കെ, പിന്നെ ദിസ് ടൈപ്പ് ഓഫ് ചക്ക് ഈസ് മച്ച് മോർ ഹെവിലി കൺസ്ട്രക്റ്റഡ് ദാൻ സെൽഫ് സെൻറ്ററിങ് ചക്ക്. ഇപ്പോൾ ഈ 3 ജോ ചക്കിനെയാണ് സെൽഫ് സെൻറ്ററിങ് ചക്ക് എന്ന് പറയുന്നത്. അതിനെ അപേക്ഷിച്ച് ഇത് ഹെവിലി കൺസ്ട്രക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രേറ്റർ ഗ്രിപ്പിംഗ് പവർ ഉണ്ട് അല്ലെങ്കിൽ ഹോൾഡിംഗ് പവർ ഉണ്ട്. ഓക്കെ, ഈച്ച് ജോ ഈസ് മൂവ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ബൈ എ സ്ക്വയർ ത്രെഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ക്വയർ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്, ഒരു സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ ഉണ്ട്. ഓക്കെ, ഈ കാണുന്നതാണ് സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ. ഈ സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഓരോ ജോയും മൂവ് ചെയ്യുന്നത്. ദ ജോസ് ആർ റിവേഴ്സിബിൾ ഫോർ ഹോൾഡിംഗ് ലാർജ് ഡയമീറ്റർ ജോബ്സ്. ഈ ജോസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് ലാർജ് ഡയമീറ്റർ വർക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ദ ഇൻഡിപെൻഡൻറ്റ് ഫോർജോ ചക്ക് ഹാസ് 4 ജോസ്, ഈച്ച് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ അതേഴ്സ് ഇൻ ഇറ്റ്സ് ഓൺ സ്ലോട്ട് ഇൻ ദ ചക്ക് ബോഡി ആൻഡ് ആക്ച്വേറ്റഡ് ബൈ ഇറ്റ്സ് ഓൺ സെപ്പറേറ്റ് സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ. അതായത് ഓരോ ജോയും ഓരോ സ്ക്വയർ ത്രെഡ് സ്ക്രൂ വെച്ചിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, by suitable adjustment of the jaws, a workpiece can be set to run either true or eccentric as required. ഇപ്പോൾ നമുക്ക് വർക്ക് സെറ്റ് ചെയ്യണം, കോൺസെൻട്രിക് ആയിട്ട് വർക്ക് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സെൻട്രിക് ആയിട്ട് വർക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഫോർജോ ചക്കിൽ. ടു സെറ്റ് ദ ജോബ് ഫോർ ദ സെക്കൻഡ് ടൈം ഇറ്റ് ക്യാൻ ബി ട്രൂഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൈൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ. അപ്പം നമ്മളിപ്പം ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വർക്ക് പീസ്. ഓക്കെ, കുറച്ച് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത്, പിന്നെ നമുക്ക് രണ്ടാമത് വർക്ക് അഴിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ അഴിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് അത് കോൺസെൻട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് ഇപ്പം നമ്മൾ വർക്ക് സെറ്റ് ചെയ്യാൻ നേരത്ത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ അറ്റ് ആൻ ആംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. പാർട്സ് ഓഫ് ഫോർജോ ചക്ക്. പാർട്സ് എന്ന് പറയുന്നത് ഒന്ന് ബാക്ക് പ്ലേറ്റ്, ഒന്ന് ബോഡി, ജോസ്, സ്ക്വയർ ത്രെഡ് സ്ക്രൂ ഷാഫ്റ്റ്. ഓക്കെ, അതിൽ ഈ ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് വരും. ഈ പോർഷനിലായിരിക്കും ബാക്ക് പ്ലേറ്റ് വരുന്നത്. ഓക്കെ, ഒരു റൗണ്ടഡ് ആയിട്ടുള്ളൊരു പ്ലേറ്റ്. ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ബാക്കിലായിട്ട് ഫാസ്റ്റൻ ചെയ്തിരിക്കുകയാണ്. അലൻ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഫാസ്റ്റൻ ചെയ്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ്. ഇറ്റ് ഈസ് ബോർഡ് ടു ടേപ്പർ ടു സ്യൂട്ട് ദ ടേപ്പർ ഓഫ് ദ സ്പിൻഡിൽ നോസ്. അതായത് നമ്മൾ ഈ ചക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്പിൻഡിലോട്ടായിരിക്കുമല്ലോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ സ്പിൻഡിൽ ഒരു ടേപ്പർ ഉണ്ട്. അതിന് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ബാക്ക് പ്ലേറ്റിൽ നമ്മളൊരു ടേപ്പർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് എ കീ വേ വിച്ച് ഫിറ്റ്സ് ഇൻ ടു ദ കീ പ്രൊവൈഡ് ഓൺ ദ സ്പിൻഡിൽ നോസിൽ. അപ്പോൾ ഈ സ്പിൻഡിൽ നോസിൽ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കീ ഫിക്സ് ചെയ്യാനുള്ള രീതിയിൽ ഒരു കീ വേ, ഇപ്പം കീയുടെ അതേ സൈസിലുള്ള ഒരു കീ വേ നമ്മൾ ഈ ബാക്ക് പ്ലേറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദർ ഈസ് എ സ്റ്റെപ്പ് ഇൻ ഫ്രണ്ട് ആൻഡ് ഓൺ വിച്ച് ദ ത്രെഡ് ഈസ് കട്ട്. പിന്നെ ഇത് കൂടാതെ പിന്നെ അതൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിൽ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ത്രെഡഡ് കോളർ കാണും. ത്രെഡഡ് കോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ് പോലത്തെ ഇതുപോലെ അകത്ത് ത്രെഡ് വരുന്ന ഒരു നെറ്റ് പോലത്തെ സാധനം, ഇന്ത്യൻ ത്രെഡ് വരുന്നു. അതാണ് ഈ ത്രെഡഡ് കോളർ എന്ന് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ, ലോക്സ് ദ ചക്ക് ബൈ മീൻസ് ഓഫ് ദ ത്രെഡ്. അതെന്ന് പറയുന്നത് സ്പിൻഡിലിൽ മൗണ്ട് ചെയ്തിരിക്കും. എന്നിട്ട് ഈ ചക്കിനെ ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കും. ആൻഡ് ലൊക്കേറ്റ്സ് ബൈ മീൻസ് ഓഫ് എ ടേപ്പർ ആൻഡ് കീ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടേപ്പറും കീയും ഉപയോഗിച്ച് നമ്മൾ ഈ ബാക്ക് പ്ലേറ്റിനെ ആ സ്പിൻഡിലോട്ട് ഫിക്സ് ചെയ്തിരിക്കും. ചില ചക്കുകൾക്ക് ഇതേപോലെ ബാക്ക് പ്ലേറ്റ് കാണണമെന്നില്ല. അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബാക്ക് പ്ലേറ്റ് ആണ്.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത് മെയ്ഡ് ചെയ്തിരിക്കുന്ന കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. പിന്നെ അതിൻ്റെ അകത്തൊരു ടേപ്പേർഡ് ബോർ കാണും. അതെന്തിനാണെന്ന് വെച്ചാൽ സ്പിൻഡിൽ നോസിന് ആനുപാതികമായിട്ടുള്ള ടേപ്പർ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കീവേ കാണും. ആ കീവേ എന്ന് പറയുന്നത് സ്പിൻഡിൽ നോസിന് കീ ഉള്ളത് കൊണ്ടാണ്. ആ കീയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ബോഡിയാണ്. ബോഡി എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനാണ് ബോഡി. ഓക്കെ, ഈ കാണുന്ന പോർഷനാണ് ബോഡി. ആ ബോഡി എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോർഷനാണ്. ഓക്കെ, ഫേസ് എന്ന് പറയുന്നത് ഈ പോർഷനാണ്. അത് ഫ്ലെയിം ഹാർഡൻ ചെയ്തിരിക്കും. പിന്നെ ഇറ്റ് ഹാസ് 4 ഓപ്പണിങ്സ്. ഇപ്പോൾ ഫോർജോ ചക്കല്ലേ, ഫോർജോ ചക്ക ആയതുകൊണ്ട് തന്നെ ഓരോന്നും 90 ഡിഗ്രി അപ്പാർട്ട് ആയിരിക്കും. 4 ഓപ്പണിങ്സ് 90 ഡിഗ്രി അപ്പാർട്ട് ടു അസംബിൾ ദ ജോസ് ആൻഡ് ഓപ്പറേറ്റ് ദം. പിന്നെ 4 സ്ക്രൂ ഷാഫ്റ്റ് ആർ ഫിക്സ്ഡ് ഓൺ ദ പെരിഫറി ഓഫ് ദ ബോഡി ബൈ മീൻസ് ഓഫ് എ ഫിംഗർ പിൻ. പിന്നെ ഇതിൽ ഫിംഗർ പിൻസ് ഉണ്ട്. ഓക്കെ, ഈ ബോഡിയിൽ തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫിംഗർ പിൻസ് അത് ഈ ത്രെഡഡ് സ്ക്രൂ ഷാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ ഈ ബോഡിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിംഗർ പിൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ സ്ക്രൂ ഈസ് റൊട്ടേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ചക്ക് കീ. ഓക്കെ, ഈ ചക്ക് കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദ ബോഡി ഹോളോ ഇൻ ദ ക്രോസ് സെക്ഷൻ. ബോഡി എന്ന് പറയുന്നത് എപ്പോഴും വേണേൽ ചോദിക്കാം ഏത് ക്രോസ് സെക്ഷനാണ്. ഹോളോ ക്രോസ് സെക്ഷനാണ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇക്വിസ്പേസ്ഡ് സർക്കുലർ റിങ്സ് ഇതിൻ്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഫോർജോ ചെക്കിനെ തിരിച്ചറിയാനായിട്ട് എങ്ങനെ തിരിച്ചറിയാമെന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൽ ഇക്വിസ്പേസ്ഡ് ആയിട്ടുള്ള സർക്കുലർ റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിച്ച് ആർ മാർക്ക്ഡ് ബൈ ന്യൂമറിക്കൽ നമ്പേഴ്സ്. നമ്പർ 1 സ്റ്റാർട്ട് ഇൻ ദ മിഡിൽ ആൻഡ് ഇൻക്രീസസ് ടുവേർഡ്സ് ദ പെരിഫറി. ഓക്കെ, അപ്പം ഈ കാണുന്നതാണ് ഈ പറഞ്ഞ സർക്കുലർ റിങ്സ്. അപ്പം അതിൻ്റെ സെൻറ്ററിൽ 1, പിന്നെ 2, 3, 4 അങ്ങനെ ആയിരിക്കും. പെരിഫറിയിലോട്ട് വരുന്നിടത്ത് ഇതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ജോസ് ആണ്. ഓക്കെ, ജോസ് എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. വിച്ച് സ്ലൈഡ് ഓൺ ദ ഓപ്പണിങ്സ് ഓഫ് ദ ബോഡി. ആ ബോഡിയുടെ ഓപ്പണിങ്ങിൽ സ്ലൈഡ് ചെയ്യും. അതായത് നമ്മുടെ വർക്കിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ ജോസ് ആണല്ലോ. ദീസ് ജോസ് ആർ റിവേഴ്സിബിൾ ഫോർ ഹോൾഡിംഗ് ഹോളോ വർക്ക്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിവേഴ്സിബിൾ ആണ് ഹോളോ വർക്കിനെ ഹോൾഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ 3 ജോ ചക്കിൽ റിവേഴ്സിബിൾ അല്ല. ഇപ്പോൾ 4 ജോ ചക്കിൽ ജോസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണെന്ന് ഓർക്കുക. ബാക്ക് സൈഡ് ഓഫ് ദ ജോസ് ആർ സ്ക്വയർ ത്രെഡഡ് വിച്ച് ഹെൽപ്പ് ഇൻ ഫിക്സിംഗ് ദ ജോസ് വിത്ത് ദ ഓപ്പറേറ്റിംഗ് സ്ക്രൂ. ഈ ജോസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളിന് നമുക്ക് 3 ജോ ചെക്കിൻ്റെ തന്നെ എടുക്കാം. ഈ ജോസിൻ്റെ ബാക്കിൽ സ്ക്വയർ ത്രെഡഡ് ആയിരിക്കും. ആ സ്ക്വയർ ത്രെഡഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ ത്രെഡ് ഓപ്പറേറ്റിംഗ് സ്ക്രൂവിൻ്റെ അതേ ഫോമിൽ തന്നെ ആയിരിക്കും. അവിടെയും സ്ക്വയർ ത്രെഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ ജോസിൻ്റെ ബാക്കിൽ എന്തായിരിക്കും, സ്ക്വയർ ത്രെഡഡ് ആയിരിക്കും. അടുത്തത് സ്ക്രൂ ഷാഫ്റ്റ്. സ്ക്രൂ ഷാഫ്റ്റും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീലാണ്. ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. അത് ഗ്രൈൻഡിങ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് പോർഷൻ ഓഫ് ദ സ്ക്രൂ ഷാഫ്റ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് എ സ്ക്വയർ സ്ലോട്ട്. ഒരു സ്ക്വയർ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചക്കയ്ക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഓൺ ദ ബോഡി പോർഷൻ എ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ഈസ് കട്ട്. ബോഡി പോർഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ദ മിഡിൽ ഓഫ് ദ സ്ക്രൂ ഷാഫ്റ്റ് എ നാരോ സ്റ്റെപ്പ് ഈസ് മെയ്ഡ് ആൻഡ് ഹെൽഡ് ബൈ മീൻസ് ഓഫ് എ ഫിംഗർ പിൻസ്. ഇപ്പം ഈ സ്ക്രൂ ഷാഫ്റ്റിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു നാരോ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗർ പിൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ്. ഫിംഗർ പിൻസ് പെർമിറ്റ് സ്ക്രൂ ടു റൊട്ടേറ്റ്. ആ സ്ക്രൂവിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഫിംഗർ പിൻസ് പെർമിറ്റ് ചെയ്യും. ബട്ട് നോട്ട് ടു അഡ്വാൻസ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അഡ്വാൻസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോർജോ ചെക്കിൻ്റെ ഓരോ പാർട്സ്. ഓക്കെ, അപ്പോൾ ഓരോ പാർട്സും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ പാർട്സിൻ്റെ പേര് ഒന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ബാക്ക് പ്ലേറ്റ്, ബോഡി, ജോസ്, സ്ക്വയർ ത്രെഡഡ് സ്ക്രൂ ഷാഫ്റ്റ് ആണ്. ആ കാര്യങ്ങൾ ഓർക്കുക. പിന്നെ 3 ജോ ചെക്ക്. 3 ജോ ചെക്ക് എന്ന് പറയുന്നത് ഒരു സെൽഫ് സെൻറ്ററിങ് ചെക്കാണ്. ഓക്കെ, അതായത് ഈ 3 ജോയും ഏതെങ്കിലും ചെക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പിനിയനിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3 ഒരുമിച്ചായിരിക്കും ഫിക്സ് ചെയ്യുന്നത്, വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, 3 ജോ ചെക്ക് ഈസ് ഓൾസോ നോൺ ആസ്
self-centering check. Majority of the checks have two sets of jaws for holding internal and external diameter. ഇപ്പോൾ ഇതിന് 2 സെറ്റ് ഓഫ് ജോസ് കാണും. ഇന്റേണലിനും എക്സ്റ്റേണൽ ഡയമീറ്ററിനും സെപ്പറേറ്റ് ജോസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഫോർജോ ചക്കിൽ റിവേഴ്സിബിൾ ആയിരുന്നു. ഓക്കെ, ഇന്റേണലിനും എക്സ്റ്റേണൽ ഡയമീറ്ററിനും നമുക്ക് ഈ ജോസ് തിരിച്ചിടാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഓക്കെ, ഓൺലി പെർഫെക്റ്റ് റൗണ്ട് വർക്ക് വിത്ത് ഈക്വലി സ്പേസ്ഡ് ഫ്ലാറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ഷുഡ് ബി ഹെൽഡ് ഇൻ എ 3 ജോ ചക്ക്. അപ്പോൾ ഒരു 3 ജോ ചക്കിൽ ഒന്നില്ലെങ്കിൽ പെർഫെക്റ്റ്ലി റൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഇക്വിസ്പേസ്ഡ് ഫ്ലാറ്റ് ഡിവിസിബിൾ ബൈ 3 ഷുഡ് ബി. ഇക്വിസ്പേസ്ഡ് ഫ്ലാറ്റ് ആയിരിക്കണം, 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം. അതായത് ഒരു 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്ക് സർഫസ് ഏതാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ വർക്ക് സർഫസ് നമുക്കിതിൽ ഹോൾഡ് ചെയ്യാം. പിന്നെ ആരും നോട്ട് ചെയ്താൽ പോകുന്ന ഒരു കാര്യമാണ് ഹെക്സഗണൽ സർഫസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെക്സഗണൽ വർക്ക് പീസ് നമുക്ക് 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാം. അത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് സ്ക്രോൾ ആൻഡ് ഗിയർ. ഓക്കെ, സ്ക്രോൾ ആൻഡ് ഗിയർ മെക്കാനിസമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഫ്രം ദ കൺസ്ട്രക്ഷൻ ഓഫ് എ 3 ജോ ചക്ക് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ സ്ക്രോൾ നോട്ട് ഓൺലി ക്ലാംസ് എ കമ്പോണന്റ് ഇൻ പ്ലേസ്, ഇറ്റ് ഓൾസോ ലൊക്കേറ്റ്സ് എ കമ്പോണന്റ്. ഇതെന്ന് പറയുന്നത് കമ്പോണന്റിനെ ക്ലാമ്പ് ചെയ്യുക മാത്രമല്ല, ആ കമ്പോണന്റിനെ ലൊക്കേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബാഡ് പ്രാക്ടീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വിയർ ആൻഡ് ടിയർ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സ്ക്രോളിൽ. അപ്പോൾ ഈ ജോയുടെ ആക്യുറസി ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് വർക്ക് സെറ്റിങ് നമ്മുടെ 3 ജോ ചക്കിൽ നടക്കത്തില്ല. ഓക്കെ, ദ ജോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ചക്ക് ആർ നോട്ട് റിവേഴ്സിബിൾ. അപ്പോൾ ഇതിൻ്റെ ജോ എന്ന് പറയുന്നത് നോട്ട് റിവേഴ്സിബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ആൻഡ് സെപ്പറേറ്റ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ജോസ് ഹാവ് ടു ബി യൂസ്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജോസ് യൂസ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ മെയിൻ പാർട്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബാക്ക് പ്ലേറ്റ്, ബോഡി, ജോസ്, അത്രയും കാര്യങ്ങൾ കോമൺ ആണ്. പിന്നെ അതുകൂടാതെ വരുന്നത് ക്രൗൺ വീൽ ആൻഡ് പിനിയൻ ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം നോട്ട് ചെയ്ത് വെച്ചേക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആ രീതിയിൽ ചോദിക്കാം. ഈ കൂട്ടത്തിൽ 3 ജോ ചക്കിൻ്റെ പാർട്ട് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ പാർട്ട് ആയിട്ടുള്ളത് ഏത്, ആ രീതിയിൽ ചോദിക്കാം. ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ബാക്കിലായിട്ട് വരും, ബോഡിയുടെ ബാക്കിലായിട്ട് വരും. ഈ കാണുന്നതാണ് ബാക്ക് പ്ലേറ്റ്, ബോഡിയുടെ ബാക്കിൽ ഇതാണ് ബോഡി, അതിൻ്റെ ബാക്കിലായിട്ട് വരും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്രൗൺ വീലുണ്ട്, ഒരു സ്ക്രോളുണ്ട്. ഓക്കെ, ഒരു ക്രൗൺ വീലുണ്ട്, ഒരു സ്ക്രോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പിനിയനാണ്. ഓക്കെ, ഇത് ജോയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് പറയാം. ബാക്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. ബാക്ക് പ്ലേറ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ അടുത്തത് ബോഡി. ബോഡി എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളത് 120 ഡിഗ്രി അപ്പാർട്ടായിരിക്കും. അതായത് 3 ജോ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ജോ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 120 ഡിഗ്രി അപ്പാർട്ടായിരിക്കും. ബോഡി ഈസ് മെയ്ഡ് ഓഫ് കാസ്റ്റ് സ്റ്റീലാണ്. ഫേസ് ഹാർഡൻഡ് ആണ്. ഈ ഫേസ് എന്ന് പറയുന്നത് ഹാർഡൻഡ് ആണ്. പിന്നെ 120 ഡിഗ്രി അപ്പാർട്ട് ടു അസംബിൾ ദ ജോസ് ആൻഡ് ഓപ്പറേറ്റ് ദം. 3 പിനിയൻസ് ആർ ഫിക്സ്ഡ് ഓൺ ദ പെരിഫറി ഓഫ് ദ ബോഡി ടു ഓപ്പറേറ്റ് ദ ജോസ്. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് പിനിയൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നേരത്തെ പിനിയൻസ് അല്ലായിരുന്നു, സ്ക്രൂ ത്രെഡഡ് ഒരു ഷാഫ്റ്റ് ആയിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ബൈ മീൻസ് ഓഫ് എ ചക്കി വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഹോളോ ഇൻ ക്രോസ് സെക്ഷൻ. ഈ ബോഡിയും ഹോളോ ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, ക്രൗൺ വീൽ ഈസ് ഹൗസ്ഡ് ഇൻസൈഡ് ദ ബോഡി. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ക്രൗൺ വീല് കൊടുത്തിട്ടുള്ളത്. അടുത്ത ജോസ് ഹൈ കാർബൺ സ്റ്റീലാണ്, ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. വിച്ച് സ്ലൈഡ് ഓൺ ദ ഓപ്പണിങ്സ് ഓഫ് ദ ബോഡി. ബോഡിയുടെ ഓപ്പണിങ്സിൽ സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ടാണല്ലോ വർക്കിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ജനറലി ദർ ആർ 2 സെറ്റ്സ് ഓഫ് ജോസ്. 2 തരം ജോസ് ആണ് ജനറൽ അവൈലബിൾ ആയിട്ടുള്ളത്, എക്സ്റ്റേണൽ ജോസും ഇന്റേണൽ ജോസും. എക്സ്റ്റേണൽ ജോസ് എന്ന് പറയുന്നത് സോളിഡ് വർക്കിനെ ഹോൾഡ് ചെയ്യാനും, ഇന്റേണൽ ജോസ് എന്ന് പറയുന്ന ഹോളോ വർക്കിനെ ഹോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. പിന്നെ സ്റ്റെപ്സ് ഓൺ ദ ജോസ് ഇൻക്രീസ് ദ ക്ലാമ്പിംഗ് റേഞ്ച്. ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് ജോസിൽ. അത് അതിൻ്റെ ക്ലാമ്പിംഗ് റേഞ്ച് ആണ് കാണിക്കുന്നത്. ഓക്കെ, ദ ബാക്ക് സൈഡ് ഓഫ് ദ ജോ ഇസ് കട്ട് വിത്ത് സ്ക്രോൾ ത്രെഡ്. അപ്പം ഈ ജോയിൽ എന്ന് പറയുന്നത് സ്ക്രോൾ ത്രെഡ് ആയിരിക്കും. അതായത് ഇവിടെ ഒരു സ്ക്രോൾ ഉണ്ട്. ഓക്കെ, അതൊരു കറങ്ങുന്നൊരു വീലായിട്ട് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്രോൾ ഉണ്ട്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ത്രെഡഡ് പോലെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ത്രെഡിൻ്റെ അതേ പോർഷനിലായിരിക്കും ഇവിടുത്തെ ജോസിൻ്റെ ബാക്കിൽ ത്രെഡ് കാണുകയെന്ന് ഓർക്കുക. എങ്കിൽ മാത്രമല്ലേ ഇത് കറങ്ങുന്നതനുസരിച്ച് ഈ ജോസിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
പിന്നെ ഈച്ച് ജോ ഇസ് നമ്പേർഡ് ഇൻ എ സീക്വൻഷ്യൽ മാനർ വിച്ച് ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ദ ജോസ് ഇൻ കറസ്പോണ്ടിങ് നമ്പേർഡ് സ്ലോട്ട്. അപ്പോൾ ഓരോ ജോസും ഓരോ നമ്പർ സ്ലോട്ട് കാണും. ഇത് 1, ഇത് 2, ഇത് 3. അതേ സ്ലോട്ടിൽ തന്നെ ഈ ഇപ്പം ജോസ് നമുക്ക് വിയർ ആൻഡ് ടിയർ വരുമ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ അനുസരിച്ച് തന്നെ ആയിരിക്കണം മാറ്റുന്നത്. ഓക്കെ. അടുത്തത് ക്രൗൺ വീൽ. ക്രൗൺ വീൽ എന്ന് പറയുന്നത് അലോയ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നേരത്തെ ആ ഫിഗർ കാണിച്ചിട്ടുണ്ട് ക്രൗൺ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്രൗൺ വീൽ എന്ന് പറയുന്നത് ഇതാണ്. ആ ക്രൗൺ വീൽ എന്ന് പറയുന്നത് അലോയ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർഡൻഡ് ആണ്, ടെമ്പേർഡ് ആണ്. വൺ സൈഡ് ഓഫ് ദ ക്രൗൺ വീൽ എന്ന് പറയുന്നത് സ്ക്രോൾ ത്രെഡ് ആയിരിക്കും. അതായത് സ്ക്രോളുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ്. ഈസ് കട്ട് ടു ഓപ്പറേറ്റ് ദ ജോസ്. സ്ക്രോൾ ത്രെഡ് ടു കട്ട് ടു ഓപ്പറേറ്റ് ദ ജോസ്. ആ ജോസിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ക്രൗൺ വീലിൻ്റെ ഒരു സൈഡിൽ സ്ക്രോൾ ത്രെഡ് ആയിരിക്കും. ആൻഡ് ദ അതർ സൈഡ് ഈസ് ടേപ്പേർഡ് ഓൺ വിച്ച് ബിവൽ ഗിയർ ടീത്ത് ആർ കട്ട് ടു മെഷ് വിത്ത് പിനിയൻ. അപ്പം അതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന പിനിയൻ ഉണ്ടല്ലോ, ആ പിനിയൻ്റെ ബിവൽ ഗിയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്രൗൺ വീൽ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആണെന്ന് ഓർത്തേച്ചാൽ മതി, നമ്മുടെ സ്ക്രോളിൻ്റെയും ബിവൽ ഗിയറിൻ്റെയും പിനിയൻ്റെയും. ഓക്കെ. വെൻ ദ പിനിയൻ ഈസ് റൊട്ടേറ്റഡ് ബൈ മീൻസ് ഓഫ് എ ചക്കി. ഇപ്പോൾ നമ്മൾ പിനിയൻ ഒരു ചക്കി വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നതായത് ക്രൗൺ വീൽ റൊട്ടേറ്റ് ചെയ്യും. ദസ് കോസിങ് ദ ജോസ് ടു മൂവ് ഇൻവേർഡ് ഓർ ഔട്ട്വേർഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റൊട്ടേഷൻ. അപ്പോൾ ഈ ക്രൗൺ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് നമ്മുടെ ജോസ് മുകളിലോട്ടും മറ്റേ ഇൻവേർഡും ഔട്ട്വേർഡും ആയിട്ട് മൂവ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പിനിയനെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് പിനിയനാണ്. പിനിയൻ എന്ന് പറയുന്നതും ഹൈ കാർബൺ സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാർഡ് ആണ്, ടെമ്പേർഡ് ആണ്. അവിടെ എന്ന് പറയുന്നത് സ്ക്രൂ ത്രെഡഡ് ഷാഫ്റ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ എന്ന് പറയുന്നത് പിനിയനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയുടെ പെരിഫറി തന്നെയാണ്. ഓൺ ദി ടോപ്പ് ഓഫ് ദ പിനിയൻ എ സ്ക്വയർ സ്ലോട്ട് ഈസ് പ്രൊവൈഡഡ്. ആ സ്ക്വയർ സ്ലോട്ട് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? ചക്കി വെച്ച് നമുക്ക് അത് വർക്കിനെ ഹോൾഡ് ചെയ്യാനും റിലീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് എ ടേപ്പേർഡ് പോർഷൻ ഓൺ വിച്ച് ഡ്യുവൽ ഗിയർ ടീത്ത് ആർ കട്ട്. നേരത്തെ പറഞ്ഞ കാര്യം. ഇതിൻ്റെ അകത്തെന്ന് പറയുന്ന ഒരു ടേപ്പേർഡ് പോർഷൻ കാണും. അവിടെ ഡ്യുവൽ ഗിയർ ടീത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. വിച്ച് മാച്ച് വിത്ത് ദ ക്രൗൺ വീലുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ. ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 3 ജോ ചക്കിൻ്റെയും 4 ജോ ചക്കിൻ്റെയും കമ്പാരിസൺ. ഓൺലി സിലിണ്ടറിക്കൽ ഹെക്സാണൽ വർക്ക് ക്യാൻ ബി ഹോൾഡ്. ഞാൻ പറഞ്ഞില്ലേ, സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഹെക്സാണൽ വർക്ക് മാത്രം 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 ജോ ചക്കിൽ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ജോസ് ആർ അവൈലബിൾ. ഇന്റേണലും എക്സ്റ്റേണൽ ജോസും അവൈലബിൾ ആണ്. ജോസ് ആർ റിവേഴ്സിബിൾ ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിവേഴ്സിബിൾ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഹോൾഡിങ്ങിന് ജോസ് റിവേഴ്സിബിൾ ആണ്. ഇവിടെ റിവേഴ്സിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇന്റേണൽ എക്സ്റ്റേണൽ ജോസിന് സെപ്പറേറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് സെറ്റിംഗ് അപ്പ് വളരെ എളുപ്പമാണ്. ഇവിടെ ഡിഫിക്കൽറ്റിയാണ്. ഓരോ ജോയും ഓരോ സെപ്പറേറ്റ് ആയിട്ടല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഗ്രിപ്പിംഗ് പവർ കുറവാണ്, ഇവിടെ കൂടുതലാണ്. ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഇവിടെ നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് കൂടുതൽ കൊടുക്കാം. പിന്നെ ഹെവിയർ ജോബ്സ് ഇവിടെ ടേൺ ചെയ്യാൻ പറ്റില്ല. ഹെവിയർ ജോബ്സ് 4 ജോ ചെക്കിൽ ടേൺ ചെയ്യാൻ പറ്റും. വർക്ക് പീസ് കാനോട്ട് ബി സെറ്റ് ഫോർ എക്സെൻട്രിക് ടേണിങ്. അപ്പോൾ ഇത് എക്സെൻട്രിക് ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അതായത് 3 ജോയും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോൺസെൻട്രിക് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എക്സെൻട്രിക് ആയിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോൺസെൻട്രിക് സർക്കിൾസ് ആർ നോട്ട് പ്രൊവൈഡ് ഓൺ ദ ഫേസിൽ ആ കോൺസെൻട്രിക് സർക്കിൾ കൊടുത്തിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പേസ്ഡ് കോൺസെൻട്രിക് സർക്കിൾ ആ ഫേസിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ്? അപ്രോക്സിമേറ്റ് സെറ്റിംഗ് ഓഫ് ജോസിന് സഹായിക്കുന്നു. പണ്ട് നമ്മൾ ചോക്ക് വരച്ചിട്ട് ഇതേപോലെ ജോബ് സെറ്റ് ചെയ്തൊക്കെ ഓർത്താൽ മതി. ആക്യുറസി ഡിക്രീസസ് ആസ് ദ ചെക്ക് ഗെറ്റ്സ് ബേൺ ഔട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ക്രോളിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആക്യുറസിയെ ബാധിക്കും. ഇപ്പോൾ ബേൺ ഔട്ട് ആകുന്ന നേരത്തെ ആക്യുറസി ഡിക്രീസ് ചെയ്യും. ദർ ഈസ് നോ ലോസ് ഓഫ് ആക്യുറസി ആസ് ദ ചെക്ക് ഗെറ്റ്സ് ബേൺ ഔട്ട്. ചെക്ക് ബേൺ ഔട്ട് ആകത്തില്ല, അതുകൊണ്ട് ആക്യുറസി കുറയത്തില്ല. അപ്പോൾ ആക്യുറസി എത്രയാണെന്ന് ഓർമ്മ വേണം. 0.001 ഇഞ്ച് അല്ലെങ്കിൽ 0.02 mm ആണ് 4 ജോ ചെക്കിൻ്റെ ആക്യുറസി. ഓക്കെ. പിന്നെ മെറിറ്റും ഡിമെറിറ്റും. മെറിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിമെറിറ്റിൽ വർക്ക് പീസ് മസ്റ്റ് ബി ഇൻഡിവിജ്വലി സെറ്റ്. 4 ജോ ചെക്കിൻ്റെ ഇൻഡിവിജ്വലി സെറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഓരോ ഇതും നമ്മൾ ജോയി ഓപ്പറേറ്റ് ചെയ്യണ്ടേ. ഓക്കെ. ഗ്രിപ്പിംഗ് പവർ ഈസ് സോ ഗ്രേറ്റ്. അതുകൊണ്ട് തന്നെ ഫൈൻ വർക്ക്, ചെറിയ വർക്കൊക്കെ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ 3 ജോ ചെക്കിൻ്റെ മെറിറ്റ് നേരത്തെ പറഞ്ഞ കമ്പാരിസണിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത് ആക്യുറസി ഡിക്രീസ് ചെയ്യും ബേൺ ഔട്ട് ആയതുകൊണ്ട്.
പിന്നെ റൺ ഔട്ട് കാനോട്ട് ബി കറക്റ്റഡ്. പിന്നെ അത് റൺ ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റൗണ്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കമ്പോണന്റിന് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൽഫ് സെൻട്രിങ് ചെക്ക് ആയതുകൊണ്ട് കോൺസെൻട്രിക് മറ്റേ എക്സെൻട്രിക് ആയിട്ടുള്ള വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ആ കാര്യങ്ങൾ. പിന്നെ ചെക്കിന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. ടു സ്പെസിഫൈ എ ചെക്ക് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പ്രൊവൈഡ് ടൈപ്പ് ഓഫ് ചെക്ക്, കപ്പാസിറ്റി ഓഫ് ചെക്ക്, ഡയമീറ്റർ ഓഫ് ദ ബോഡി, വിഡ്ത്ത് ഓഫ് ദ ബോഡി. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് ഓഫ് ചക്ക് ഏതാണ്, കപ്പാസിറ്റി ഓഫ് ചക്ക് എത്രയാണ്, ഡയമീറ്റർ ഓഫ് ദ ബോഡി, വിഡ്ത്ത് ഓഫ് ദ ബോഡി, പിന്നെ ഏത് മെത്തേഡിലാണ് സ്പിൻഡിൽ നോസ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് 3 ജോ സെൽഫ് സെൻട്രിങ് ചെക്ക് ടൈപ്പ് ഓഫ് ചെക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രിപ്പിംഗ് കപ്പാസിറ്റി 450 mm, ഡയമീറ്റർ ആയിട്ട് പറയുന്നത് 500 mm, വിഡ്ത്ത് ഓഫ് ദ ബോഡി 125, ടേപ്പേഡ് ഓർ ത്രെഡഡ് മെത്തേഡ് ഓഫ് മൗണ്ടിങ്. ഓക്കെ, അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 3 ജോയും 4 ജോ ചെക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ മാഗ്നറ്റിക് ചെക്ക് ഉണ്ട്, ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഗ്രൂപ്പിൽ. അപ്പം ഫേസ് പ്ലേറ്റ് അടുത്തത്. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇറഗുലർ ആയിട്ടുള്ള, ഓക്കെ, ഇറഗുലർ ആയിട്ടുള്ള ഈ പോയിന്റ്, ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ് നോട്ട് ചെയ്ത് വെക്കുക. ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഫേസ് പ്ലേറ്റ്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫിഗർ വന്നിട്ട് ചോദിക്കാം ഇതേതാണെന്ന്. ഫേസ് പ്ലേറ്റ് വിത്ത് ഒള്ളി എലോങ്ങേറ്റഡ് റേഡിയൽ സ്ലോട്ട്, റേഡിയൽ ആയിട്ടുള്ള സ്ലോട്ട് മാത്രമേ ഉള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഫേസ് പ്ലേറ്റ് വിത്ത് എലോങ്ങേറ്റഡ് സ്ലോട്ട്സ്, ടി സ്ലോട്ട്സ്. ഓക്കെ, എലോങ്ങേറ്റഡ് സ്ലോട്ട്സ് ഉണ്ട്, അതുകൂടാതെ ടി സ്ലോട്ട്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഫേസ് പ്ലേറ്റ്സ് വിത്ത് എലോങ്ങേറ്റഡ് റേഡിയൽ സ്ലോട്ട്സ് ആൻഡ് അഡീഷണൽ പാരലൽ സ്ലോട്ട്. അപ്പോൾ റേഡിയൽ സ്ലോട്ട്സ് കൂടാതെ പാരലൽ സ്ലോട്ട്സ് ഉള്ളത്. പിന്നെ ഫേസ് പ്ലേറ്റ്സ് ആർ യൂസ്ഡ് എലോങ് വിത്ത് ഫോളോയിങ് ആക്സസറീസ്. ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ആക്സസറീസിൻ്റെ കൂട്ടത്തിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും ക്ലാമ്പിംഗ് ഡിവൈസ് വേണം ഇതിൽ. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് ക്ലാമ്പ് വേണം. ഓക്കെ, അല്ലെങ്കിൽ ടീ ബോൾട്ട്, ആംഗിൾ പ്ലേറ്റ്, പാരലൽസ്, കൗണ്ടർ വെയിറ്റ്, സ്റ്റെപ്ഡ് ബ്ലോക്ക്, വി ബ്ലോക്ക്, ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലായിരിക്കും ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ലാർജ് ഫ്ലാറ്റ് ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ് നോട്ട് ചെയ്ത് വെക്കുക. കാസ്റ്റിംഗ്സ്, ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ് മേ ബി ഫേംലി ക്ലാംപ്ഡ് ടു എ ഫേസ് പ്ലേറ്റ് ഫോർ വേരിയസ് ടേണിംഗ് ഓപ്പറേഷൻ. ഇപ്പോൾ വേരിയസ് ടേണിംഗ് ഓപ്പറേഷൻസിന് നമുക്ക് ഈ ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യാം. എ വർക്ക് ക്യാൻ ബി മൗണ്ടഡ് ഓൺ എ ഫേസ് പ്ലേറ്റ് വൈൽ ദ ഫേസ് പ്ലേറ്റ് ഈസ് ഓൺ ദ ലൈറ്റ് സ്പിൻഡിൽ ഓർ ഓൺ ദ വർക്ക് ബെഞ്ച്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ലൈറ്റ് സ്പിൻഡിൽ ഈ ഫേസ് പ്ലേറ്റ് വെക്കാം, അല്ലെങ്കിൽ വർക്ക് ബെഞ്ചിൽ വെച്ചിട്ട് അവിടെയും വർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇഫ് ദ വർക്ക് പീസ് ഇസ് ഹെവി ഓർ ഓക്വേർഡ് ടു ഹോൾഡ്, ദ വർക്ക് പീസ് ഈസ് മൗണ്ടഡ് വൈൽ ദ ഫേസ് പ്ലേറ്റ് ഈസ് ഓൺ ദ വർക്ക് ബെഞ്ച്. അപ്പോൾ വലിയൊരു വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തെടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബെഞ്ചിൽ വെച്ച് ആ ഫേസ് പ്ലേറ്റിൽ വെച്ച് സെറ്റ് ചെയ്യും. ബിഫോർ മൗണ്ടിങ് ദ ഫേസ് പ്ലേറ്റ് സെറ്റപ്പ് ടു ദ സ്പിൻഡിൽ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ടു ലൊക്കേറ്റ് ദ വർക്ക് പീസ് ഓൺ ദ ഫേസ് പ്ലേറ്റ് ആൻഡ് സെൻറ്റർ ദ വർക്ക് പീസ്. അപ്പോൾ നമ്മൾ സ്പിൻഡിലോട്ട് കണക്ട് ചെയ്യുന്നതിന് മുന്നേ ബെഞ്ചിൽ വെച്ചിട്ട് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ വർക്ക് പീസിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. സെൻറ്റർ പഞ്ച് മാർക്ക് ഓർ ഹോൾ അപ്രോക്സിമേറ്റ്ലി ഓൺ ദ ഫേസ് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ആ ഫേസ് പ്ലേറ്റിൽ ഒരു പഞ്ച് മാർക്കോ അല്ലെങ്കിൽ ഒരു ഹോളോ കൊടുത്തിട്ട് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ദിസ് മേക്സ് ഇറ്റ് ഈസിയർ ടു ട്രൂ ദ വർക്ക് ആഫ്റ്റർ ദ ഫേസ് പ്ലേറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ടു ദ സ്പിൻഡിൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്പിൻഡിലിൽ വർക്ക് സർഫേസ് കോൺസെൻട്രിക് ആയിട്ട് തന്നെ വെച്ച് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. പൊസിഷൻ ഓഫ് ദ ബോൾട്ട് ആൻഡ് ക്ലാമ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇഫ് വർക്ക് പീസ് ഇസ് ടു ബി ക്ലാംപ്ഡ് എഫക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ ഈ ബോൾട്ടും ക്ലാമ്പും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കണം ഇതിൻ്റെ അകത്ത് ക്ലാമ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പീസസ് ആർ ടു ബി മെഷീൻഡ്. The faceplate itself can be set up as a fixture using parallel strips and stop blocks. അപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വർക്ക് പീസ് ഉണ്ടാക്കണം, മെഷീൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊരു ഫിക്സ്ചറായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഫേസ് പ്ലേറ്റിൻ്റെ ഓരോ ആക്സസറീസ് വെച്ചിട്ടുള്ള അതിൻ്റെ ഓരോ ഫിഗറാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ആംഗിൾ പ്ലേറ്റ് വെച്ചിട്ട് ജോബിനെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ എക്സെൻട്രിക് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു കൗണ്ടർ വെയിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ വർക്ക് ക്ലാംപ്ഡ് ബൈ ഡയറക്റ്റ്ലി ടു ഫേസ് പ്ലേറ്റ്. ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതിന് ബോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് പീസ്, അത് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ലൊക്കേറ്റിംഗ് വർക്ക് ഓൺ എ ഫേസ് പ്ലേറ്റ്. ഇപ്പം ഒരു വർക്ക് അവിടെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരു സ്ക്രൈബറോ നമ്മളെ കോമ്പിനേഷൻ സെറ്റോ ആ രീതിയിൽ നമുക്കതിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇത് കൂടാതെ ഫേസ് പ്ലേറ്റും കൂടാതെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ഒരുപാടുണ്ട്. ക്യാച്ച് പ്ലേറ്റ് ഉണ്ട്, ഡ്രൈവിംഗ് പ്ലേറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ലൈത്ത് ഡോഗ്സ് ഉണ്ട്.
അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഓരോ ടേണിങ് ഓപ്പറേഷനാണ് ടൈപ്സ് ഓഫ്. ഇപ്പം നമുക്ക് പാരലൽ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ടേണിങ്, അതൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പ്ലെയിൻ ടേണിങ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 60 mm ഉള്ള ഒരു വർക്ക് പീസ് 50 mm ആയിട്ട് മാറ്റണം. അതിനെയാണ് ഈ പ്ലെയിൻ ടേണിങ് എന്ന് പറയുന്നത്. മെറ്റൽ ഫ്രം ദ വർക്ക് ആൻഡ് ഇറ്റ് ഹാസ് എ സിലിണ്ടർ ഫോർ ദ ഫുൾ ട്രാവൽ ഓഫ് ദ ടൂൾ ഓൺ ദ വർക്ക് കീപ്പിംഗ് ദ സെയിം ഡയമീറ്റർ ത്രൂ ഔട്ട് ദ ലെങ്ത്. പ്ലെയിൻ ടേണിങ് ഇസ് ഡൺ ടു 2 സ്റ്റേജസ്. ഇപ്പം പ്ലെയിൻ ടേണിങ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. റഫ് ടേണിങ്ങും ഉണ്ട്, ഫിനിഷ് ടേണിങ്ങും ഉണ്ട്. റഫ് ടേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റഫിംഗ് ടൂളും അല്ലെങ്കിൽ നൈഫ് ടൂളായിരിക്കും. സ്പിൻഡിൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ മെറ്റീരിയലിനനുസരിച്ച്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലുമിനിയത്തിന് 70 ആ രീതിയിൽ. ഓക്കെ. പിന്നെ ടൂൾ മെറ്റീരിയൽ ആൻഡ് ദ റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡൊക്കെ എത്രയാണെന്ന് നോക്കുന്നു. പിന്നെ റഫ് ടേണിങ് എന്ന് പറയുന്നത് മാക്സിമം എമൗണ്ട് ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആ ജോബിനെ റിക്വയർഡ് സൈസിലേക്ക് കൊണ്ടുവരുന്നതാണ് റിമൂവ്. ദ ജോബ് ഈസ് ബ്രോട്ട് ക്ലോസ് ടു ദ റിക്വയർഡ് സൈസ്. ആ റിക്വയർഡ് സൈസിലേക്ക് അടുപ്പിക്കുന്നത് ഈ റഫ് ടേണിങ് വഴിയാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പിൻഡിൽ സ്പീഡ് കുറവായിരിക്കും, ഫീഡ് കൊടുക്കുന്നത് കൂടുതലായിരിക്കും. സർഫസ് ഫിനിഷ് ഇവിടെ എന്ന് പറയുന്നത് ആക്യുറസി ഒന്നും ഗുഡ് ആയിരിക്കത്തില്ല. അറിയാലോ, റഫ് ടേണിങ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം അതിൻ്റെ അന്ന് ആ സ്റ്റോക്ക് എടുത്ത് കളയണം. ഇപ്പോൾ ഒരു 60 mm ഉള്ളതിന് നമ്മൾ ആദ്യമേ ഒരു 3 mm ഡെപ്ത് ഓഫ് കട്ട് കൊടുത്ത് ചിലപ്പം 6 mm കളയും. നമുക്ക് വേണ്ടത് 50 mm ആക്കാനായിരിക്കും. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു ഫിനിഷിംഗ് ഒന്നും അവിടെ കാണത്തില്ല. വൈൽ പ്ലെയിൻ ടേണിംഗ് ഫോർ റഫിംഗ് ഓർ ഫിനിഷിംഗ് ലോങ് ജോബ്സ് ആർ ഹെൽഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്. ഇറ്റ് ഈസ് നെസസറി ടു ചേഞ്ച് ദ എൻഡ്സ് ടു ഒബ്റ്റെയിൻ എ ട്രൂ പാരലൽ സർഫസ് ത്രൂ ഔട്ട് ദ ലെങ്ത്. ഓക്കെ. ബിറ്റ്വീൻ സെൻറ്റേഴ്സിലായിരിക്കും വെക്കുന്നത്. എന്നിട്ടൊരു എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു ത്രൂ ഔട്ട് ദ ലെങ്തിൽ പാരലൽ സർഫസ് കിട്ടത്തുള്ളൂ. അടുത്ത ഫിനിഷ് ടേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ് ടേണിംഗ് കഴിഞ്ഞതിന് ശേഷം ആ സൈസിനെ റിക്വയർഡ് ആക്യുറസിയിൽ ഗുഡ് സർഫസ് ഫിനിഷിലാക്കി മാറ്റുന്നതാണ്. ആ റഫ് മാർക്ക് കളഞ്ഞ് ആക്കുന്ന പരിപാടിയാണ് ഫിനിഷ് ടേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ സ്പീഡ് ഹയർ ആയിരിക്കും, ഫീഡ് എന്ന് പറയുന്നത് വെരി ലെസ് ആയിരിക്കും. ഓക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് നോസ് ഫിനിഷ് ടേണിംഗ് ടൂൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നൈഫ് ആയിരിക്കും, ലാർജർ നോസ് റേഡിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. അത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പിന്നെ സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടേണിംഗ് പോലെ തന്നെ പ്രൊഡ്യൂസിങ് വേരിയസ് സ്റ്റെപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇവിടുത്തെ ഒരു 30 വേണം, അടുത്തത് 40 വേണം, ഫ്രണ്ടിൽ എന്ന് പറയുന്നത് ഒരു 20 വേണം. ആ രീതിയിൽ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രോസസ്സസ് അതിനാണ് സ്റ്റെപ്പ് ടേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഇൻ ദ വർക്ക് പീസ് ആർ ഷോൺ ഇൻ ഫിഗർ 1 and 2. ദ ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ സിമിലർ വേസ് പ്ലെയിൻ ടേണിംഗ്. ഓക്കെ. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഗ്രൂവിംഗ് ആണ്. ഈ ഗ്രൂവിംഗ് പറയാൻ കാരണം ഇതിൻ്റെ ഫിഗർ വന്നിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത്. ഗ്രൂവിംഗ് എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പ്രോസസ് ആണ്. ടേണിംഗ് എ ഗ്രൂവ്ഡ് ഫോം ഓർ ചാനൽ ഓൺ എ സിലിണ്ടറിക്കൽ ടേൺഡ് വർക്ക് പീസ്. ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ നമ്മളൊരു ഗ്രൂവ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫോം ഉണ്ടാക്കുന്നു, ഒരു ചാനൽ ഉണ്ടാക്കുന്നു. ഷേപ്പ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് ദ ഡെപ്ത് വിച്ച് ഇറ്റ് ഈസ് ഫെഡ് ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് ദ ഗ്രൂവ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിൻ്റെയും നമ്മൾ കൊടുക്കുന്ന ഡെപ്തിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ സ്ക്വയർ ഗ്രൂവ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു ത്രെഡ് കട്ട് ചെയ്യണം, ഈ പോർഷനിൽ ഇങ്ങനെ ത്രെഡ് കട്ട് ചെയ്യണം. ഓക്കെ. ത്രെഡ് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഷോർട്ട് ഷോൾഡർ ഇവിടെ ഉണ്ടാക്കി വെക്കും. ഓക്കെ. സ്ക്വയർ ആയിട്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഗ്രൂവ്സ് ആർ ഫ്രീക്വൻറ്റ്ലി കട്ട് അറ്റ് ദ എൻഡ് ഓഫ് എ സെക്ഷൻ ടു ബി ത്രെഡഡ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ചാനൽ ഇൻ ടു വിച്ച് എ ത്രെഡിംഗ് ടൂൾ മേ റൺ. അപ്പോൾ അടുത്ത പീസിലോട്ട് കയറാതിരിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കും, ത്രെഡ് കട്ട് ചെയ്തിട്ട് ഒരു ഗ്രൂ ഉണ്ടാക്കി വെക്കും അവിടെ, സ്ക്വയർ ഗ്രൂ. അപ്പോൾ അങ്ങോട്ട് കട്ടിംഗ് ടൂൾ പൊക്കോളും, അടുത്ത ഒരു സർഫസിലോട്ട് പോകത്തില്ല. എ സ്ക്വയർ ഗ്രൂ കട്ട് അഗെയിൻസ്റ്റ് എ ഷോൾഡർ അലൗസ് എ മാച്ചിങ് പാർട്ട് ടു ഫിറ്റ് സ്ക്വയർലി അഗെയിൻസ്റ്റ് എ ഷോൾഡർ. Okay. Next, when a diameter is to be finished to size by grinding, a groove is generally cut against the shoulder to provide clearance for the grinding wheel and to ensure square corner. അപ്പോൾ നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുവാണെങ്കിൽ തന്നെ അപ്പം അത് അപ്പുറത്തോട്ട് കയറാതിരിക്കാനായിട്ട് അവിടെ നമ്മൾ ഇതുപോലെ ഒരു സ്ക്വയർ ഗ്രൂവ് ക്ലിയറൻസ് കൊടുത്തിരിക്കും. സ്ക്വയർ ഗ്രൂവ്സ് ആർ കട്ട് വിത്ത് എ ടൂൾ ബിറ്റ് ഗ്രൗണ്ട് ടു ദ width of the square groove to be formed. Okay. Square groove also serves the purpose of providing space for fork of shift levers in sliding gear assemblies. ഇപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. അതായത് സ്ക്വയർ ഗ്രൂവ് നമുക്ക് ഒരു സ്ലൈഡിംഗ് ഗിയർ അസംബ്ലിയിൽ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് ആ ലിവർ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രൂവിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് റൗണ്ട് ഗ്രൂവ് എന്ന് പറയുന്നത് സ്ക്വയർ ഗ്രൂവിൻ്റെ അതേ പർപ്പസ് തന്നെയാണ്. ദേ ആർ ജനറലി യൂസ്ഡ് ഓൺ പാർട്സ് സബ്ജക്റ്റ് ടു സ്ട്രെസ് ഉണ്ടാകുന്ന സാധനങ്ങളിലാണ് നമ്മൾ ഈ റൗണ്ട് ഗ്രൂവ്സ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ഗ്രൂവ് എലിമിനേറ്റ്സ് ഷാർപ്നെസ് ഓഫ് ദ സ്ക്വയർ കോർണേഴ്സ് ആൻഡ്
സ്ട്രെങ്തൻസ് ദ പാർട്ട് അറ്റ് ദ പോയിന്റ് വേർ ഇറ്റ് ടെൻസ് ടു ഫ്രാക്ചർ. ഇപ്പോൾ ഒരു പിസ്റ്റൻ്റെ അത് നമുക്ക് സ്ക്വയറിൽ ഉണ്ടാക്കാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പിസ്റ്റൺ നമ്മൾ റൗണ്ടിൽ മേക്ക് ചെയ്തിരിക്കുന്നത്, സിലിണ്ടർ. ഓക്കെ, പിസ്റ്റൺ സിലിണ്ടർ റൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ റൗണ്ട് ഗ്രൂവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് വേർ ഇറ്റ് ടെൻസ് ടു ഫ്രാക്ചർ. എ ടൂൾ ബിറ്റ് വിത്ത് എ റൗണ്ട് നോസ് ഗ്രൗണ്ട് ടു ദ റിക്വേർഡ് റേഡിയസ് ഈസ് യൂസ്ഡ് ടു കട്ട് റൗണ്ട് ഗ്രൂസ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന റൗണ്ട് നോസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഗ്രൂസിൻ്റെ അതേ ഇത് തന്നെ ആയിരിക്കും, ആ ഫോമിലായിരിക്കും, ഫോം ടൂളായിരിക്കും യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വി ഷേപ്ഡ് ഗ്രൂ. വി ഷേപ്ഡ് ഗ്രൂസ് എന്ന് പറയുന്നത് നമ്മൾ പുള്ളിയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, വി ബെൽറ്റ് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, വി ഷേപ്ഡ് ഗ്രൂ എലിമിനേറ്റ്സ് മച്ച് ഓഫ് ദ സ്ലിപ്പ് വിച്ച് ഒക്കേഴ്സ് ഇൻ ദ അതർ ഫോംസ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്. ഇപ്പം ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവിലൊക്കെ ഉള്ള സ്ലിപ്പിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ വി ബെൽറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വി ബെൽറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വി ഷേപ്ഡ് ഗ്രൂസ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യാറുണ്ട്, പുള്ളീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. വി ഗ്രൂ മേ ഓൾസോ ബി കട്ട് അറ്റ് ദ എൻഡ് ഓഫ് എ ത്രെഡ് ടു പ്രൊവൈഡ് എ ചാനൽ ഇൻ ടു വിച്ച് ദ ത്രെഡിങ് ടൂൾ മെയർ ആണ്. അപ്പോൾ വി ഗ്രൂ നമുക്ക് ത്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരു വി ഗ്രൂ കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ വശത്തേക്ക് പോകാതിരിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഫിഗറാണ് ഇപ്പോൾ റൗണ്ടിൻ്റെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് റൗണ്ട് ഗ്രൂ, ഇതെന്ന് പറയുന്നത് വി ഷേപ്ഡ് ഗ്രൂ. ഈ ഫിഗർ ഇതേപോലെ വന്നിട്ട് ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എ ടോൾ ബിറ്റ് ഗ്രൗണ്ട് ടു ദ ഡിസൈഡ് ആംഗിൾ ഈസ് യൂസ്ഡ് ടു കട്ട് എ ഷാളോ വി ഗ്രൂ. ലാർജർ വി ഗ്രൂസ് സച്ച് ആസ് ദോസ് ഫൗണ്ട് ഓൺ പുള്ളീസ് ഷുഡ് ബി കട്ട് വിത്ത് ലെയ്ത്ത് കോമ്പൗണ്ട് റസ് ടു ഫോം ഈച്ച് വൈസ് ഓഫ് ദ ഗ്രൂ ഇൻഡിവിജ്വലി. ഇന്ന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ലെയ്ത്തിൽ ചെയ്യാറുള്ളത്. ഓക്കെ, നേളിങ് എന്നാണ് അതിനെ പറയുന്നത്. നേളിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കണം, ഒരു പിടിയിൽ ഗ്രിപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഈ നേളിങ് എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. This is the operation of producing straight-lined diamond-shaped pattern or cross-lined pattern on a cylindrical external surface by pressing a tool called nailing tool. ഒരു നെയിലിംഗ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ പ്രസ് ചെയ്യുകയാണ് എക്സ്റ്റേണൽ സർഫസിൽ. എന്നിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈനോ ഇതുപോലെ ക്രോസ് ലൈനോ ഫോം ചെയ്യുന്ന ആ മെത്തേഡിനെയാണ് പറയുന്നത് നെയിലിംഗ് എന്ന് പറയുന്നത്. നെയിലിംഗ് ഈസ് നോട്ട് എ കട്ടിംഗ് ഓപ്പറേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു കട്ടിംഗ് ഓപ്പറേഷൻ അല്ല, ഇതൊരു ഫോമിംഗ് ഓപ്പറേഷനാണ്. നേളിംഗ് ഈസ് ഡൺ അറ്റ് എ ലോ സ്പിൻഡിൽ സ്പീഡ്. അതായത് നമ്മൾ ബാക്കിയർ മെക്കാനിസം പഠിച്ചായിരുന്നു. ഇപ്പം അവിടെ റെഡ്യൂസിങ് സ്പീഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/3 ആണ് ടേണിംഗ് സ്പീഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹവർ സ്പീഡ് ആൻഡ് ഫീഡ് ഗിവൺ ഫോർ നേളിംഗ് ഈസ് ടു ബി ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ ജോബ് മെറ്റീരിയൽ ആൻഡ് ഫിനിഷ് റിക്വയർഡ്. അപ്പോൾ ആ ഫീഡും അതൊക്കെ തീരുമാനിക്കുന്നത് ആ മെറ്റീരിയലിന് അനുസരിച്ചായിരിക്കും. ഇനി പർപ്പസ് ഓഫ് നേളിംഗ്: എ ഗുഡ് ഗ്രിപ്പ് ആൻഡ് മേക്ക് ഫോർ പോസിറ്റീവ് ഹാൻഡ്ലിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് പിടിക്കണം, അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഗുഡ് അപ്പിയറൻസ്, അപ്പോൾ ആ പാർട്ടിന് ഗുഡ് അപ്പിയറൻസ് കൊടുക്കാനായിട്ട്. ഫോർ റൈസിങ് ദ ഡയമീറ്റർ ടു സ്മോൾ റേഞ്ച് ഫോർ അസംബ്ലി ടു ഗെറ്റ് എ പ്രസ് ഫിറ്റ്. ഇപ്പോൾ ഒരു ഗ്രിപ്പുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ സാധനം ഫിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഡയമീറ്റർ ജസ്റ്റ് ഒന്ന് വലുതായ പോലെ തോന്നും അത്. ഓക്കെ, ടൈപ്സ് ഓഫ് നേൾസ് ആൻഡ് നേളിംഗ് പാറ്റേൺസ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡയമണ്ട് നേളിംഗ് ഉണ്ട്, സ്ട്രൈറ്റ് നേളിംഗ് ഉണ്ട്, ക്രോസ് നേളിംഗ് ഉണ്ട്, കോൺകേവ് നേളിംഗ് ഉണ്ട്, കോൺവെക്സ് നേളിംഗ് ഉണ്ട്. ഡയമണ്ട് നേളിംഗ് എന്ന് പറയാൻ നേരത്ത് ഡയമണ്ട് ഷേപ്പ് പാറ്റേൺ ആയിരിക്കും. അതെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റോളേഴ്സ് വെച്ചായിരിക്കും ചെയ്യുന്നത്. വൺ റോളർ ഹാസ് ഗോട്ട് റൈറ്റ് ഹാൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റോളറിന് റൈറ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്തും മറ്റേതിന് ലെഫ്റ്റ് ഹാൻഡ് ഹെലിക്കൽ ടീത്തും ആയിരിക്കും ഉണ്ടായിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തുള്ള ഒരു പാറ്റേൺ കിട്ടത്തുള്ളൂ. അടുത്ത സ്ട്രൈറ്റ് നേളിംഗ്. സ്ട്രൈറ്റ് നേളിംഗ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻഡ് പാറ്റേൺ ആയിരിക്കും. This is done by using either a single roller അല്ലെങ്കിൽ ഡബിൾ റോളർ വിത്ത് സ്ട്രൈറ്റ് ടീത്ത് ആയിരിക്കും. ഓക്കെ, ക്രോസ് നേളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഷേപ്ഡ് പാറ്റേൺ ആയിരിക്കും. ഇതുപോലെ സ്ക്വയർ ഷേപ്ഡ് പാറ്റേൺ ആയിരിക്കും. ഇത് സെറ്റ് ഓഫ് റോളേഴ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഒരെണ്ണത്തിന് സ്ട്രൈറ്റ് ടീത്തും മറ്റേന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾസും ആയിരിക്കും. ഒരെണ്ണം സ്ട്രൈറ്റ് ടീത്ത്, ഒരെണ്ണം റൈറ്റ് ആംഗിൾ. ഓക്കെ, എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇതുപോലുള്ള പാറ്റേൺ കിട്ടത്തുള്ളൂ. അടുത്തത് കോൺകേവ് നേളിംഗ്. അത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള കോൺകേവ് നേളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷേപ്പ് ഏതാണെന്ന് ചോദിക്കും. അത് കോൺവെക്സ് ഫോമിലുള്ള ഒരു ടൂളായിരിക്കും, ഓർക്കുക. ഓക്കെ, ദിസ് ഈസ് ഡൺ ബൈ കോൺവെക്സ് നാൾ ഓൺ എ കോൺകേവ് സർഫസ്. ഒരു കോൺവെക്സ് നാൾ കോൺകേവ് സർഫസിൽ ചെയ്തിട്ടാണ് നമുക്ക് കോൺകേവ് നാളിങ് കിട്ടുന്നത്. ദിസ് ഈസ് ഡൺ ഓൺലി ബൈ പ്ലഞ്ചിങ് ദ ടൂൾ. ഒരു പ്ലഞ്ച് ടൂൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ദ ടൂൾ ഷുഡ് നോട്ട് ബി മൂവ്ഡ് ലോഞ്ചിറ്റ്യൂണലി. ആ ടൂൾ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂണലി ഇങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ നാളിങ് ഈസ് ലിമിറ്റഡ് ടു ദ വിഡ്ത്ത് ഓഫ് ദ റോളർ. ആ നേളിംഗ് എന്ന് പറയുന്നത്
ആ റോളറിന്റെ വിഡ്ത്തിന്റെ എത്രയുണ്ടോ അത്രയും മാത്രമേ അവിടെ നേളിങ് നടക്കത്തുള്ളൂ. ഓക്കെ. പിന്നെ കോൺവെക്സ് നേളിങ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. കോൺകേവ് നേളിങ് ടൂൾ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. കോൺവെക്സ് സർഫസിലായിരിക്കും. അതും ഒരു പ്ലഞ്ചിങ് ടൂൾ വെച്ചായിരിക്കും ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ഗ്രേഡ്സ് ഓഫ് നേളിങ് ആണ്. പ്രധാനമായിട്ട് കോഴ്സ്, മീഡിയം, ഫൈൻ നേളിങ്, ഇങ്ങനെ 3 ഉള്ളത്. അതിൽ കോഴ്സ് നേളിങ് എന്ന് പറയുന്നത് അതിൻ്റെ പിച്ച് ഓർത്ത് വെക്കുക. 1.75 mm പിച്ചും 14 TPA ആണ്. ത്രെഡ്സ് പെർ ഇഞ്ച്. ഓക്കെ. TPA എന്ന് പറഞ്ഞാൽ ത്രെഡ്സ് പെർ ഇഞ്ച് ആണ്. മീഡിയം നേളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 mm പിച്ചാണ്, 21 TPA ആണ്. ഫൈൻ നേളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 mm പിച്ചാണ്, അതായത് 33 TPA, 33 ത്രെഡ്സ് പെർ ഇഞ്ച്. ഓക്കെ. ഒരു ഇഞ്ചിൽ 33 ത്രെഡ്സ് കാണും. പിന്നെ ടൈപ്സ് ഓഫ് നേളിങ് ടൂൾ ഹോൾഡേഴ്സ്. ഇപ്പോൾ സിംഗിൾ റോളർ നേളിങ് ടൂൾ ഹോൾഡേഴ്സ് ഉണ്ട്. അതിനെ തന്നെ പറയുന്ന പേര് പാരലൽ നേളിങ് ടൂൾ ഹോൾഡേഴ്സ് എന്നാണ്. പിന്നെ നക്കിൾ ജോയിൻറ്റ് ടൈപ്പ് നേളിങ് ടൂൾ ഹോൾഡർ ഉണ്ട്. റിവോൾവിംഗ് ടൈപ്പ് ഹോൾഡർ ഉണ്ട്. അതിനെ പറയുന്ന മറ്റൊരു പേര് വിളിച്ചു വെക്കുക, യൂണിവേഴ്സൽ. നേളിങ് ടൂൾ ഹോൾഡർ ഹാസ് എ heat treated steel shank and a hardened tool steel nulls. The nulls rotate freely on hardened steel pins. ഓക്കെ. അപ്പോൾ ഓരോന്നും നോക്കാം. സിംഗിൾ റോളർ നേളിങ് ടൂൾ ഹോൾഡർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഒറ്റ റോളറെ കാണത്തുള്ളൂ. ഇറ്റ് ഹാസ് ഓൺലി വൺ സിംഗിൾ റോളർ വിച്ച് പ്രൊഡ്യൂസസ് സ്ട്രൈറ്റ് ലൈൻ പാറ്റേൺ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അടുത്ത നക്കിൾ ജോയിന്റ് ടൈപ്പ് നേളിങ് ടൂൾ ഹോൾഡർ ആണ്. അതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് 2 റോളേഴ്സ് കാണും. സെറ്റ് ഓഫ് 2 റോളേഴ്സ്, 2 റോളേഴ്സ് കാണും. സെയിം നേളിങ് പിച്ച് ആയിരിക്കും. റോളേഴ്സ് മേ ബി സ്ട്രൈറ്റ് ടീത്ത് ആകാം, ഹെലിക്കൽ ടീത്ത് ആകാം. ഇതെന്ന് പറയുന്നത് സെൽഫ് സെൻറ്ററിങ് ആണ്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിവോൾവിംഗ് ഹെഡ് നേളിങ് ടൂൾ. ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ നേളിങ് ടൂൾ എന്നറിയപ്പെടും. ഇതിന് 3 പെയേഴ്സ് ഓഫ് റോളേഴ്സ് കാണും. 3 പെയേഴ്സ് ഓഫ് റോളേഴ്സ് ആണ് കാണുന്നത്. ഓക്കെ. അതിൽ തന്നെ കോഴ്സ്, മീഡിയം, ഫൈൻ പിച്ചസ് കാണും. ദീസ് ആർ മൗണ്ട് ഓൺ എ റിവോൾവിംഗ് ഹെഡ്. ഇതാണ് റിവോൾവിംഗ് ഹെഡ് എന്ന് പറയുന്നത്. ആ റിവോൾവിംഗ് ഹെഡിലായിരിക്കും ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു റിവോൾവിംഗ് ഹെഡ് കാണും. ഹെഡ് വിച്ച് പിവറ്റ്സ് ഓൺ ഹാർഡ് ആൻഡ് സ്റ്റീൽ പിൻ. ഇതെന്ന് പറയുന്നത് ഇവിടെ പിവറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ സെൽഫ് സെൻറ്ററിങ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഷോർട്ട് നോട്ട് തയ്യാറാക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. ഇന്ന് കാണുന്ന വീഡിയോസ് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഇന്ന് നിങ്ങൾ കണ്ടിത് മനസ്സിലാക്കിയ കാര്യങ്ങൾ നാളെ തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.